വെളിപ്പാട് പുസ്തകം 22 അധ്യായം 14 വാക്യം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ബൈബിളിലെ അവസാനത്തെ ഭാഗ്യവർണ്ണനയാണ് നാം ഈ വിഷയത്തിൽ ഒടുവിലായി ചിന്തിക്കുന്നതും 59ാമത്തേതുമായ വിഷയം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചനന്തരം ഒരു തോട്ടത്തിൽ ആക്കി അതിൽ വേല ചെയ്യാനും അതിനെ കാക്കാനും നിയോഗിച്ചു. തോട്ടത്തിന്റെ നടുവിലെ നന്മതിന്മയുടെ വൃക്ഷഫലം തിന്നരുതെന്നുള്ള കൽപ്പന ലംഘിച്ചതിനാൽ തോട്ടത്തിൽ നിന്ന് അവൻ പുറത്താക്കപ്പെട്ടു. അന്ന് ആ തോട്ടത്തിൽ ജീവവൃക്ഷവും അതിന്റെ ഫലവും കൂടെ അവന് നഷ്ടമായി. അത് എന്നേക്കും ജീവിച്ചിരിക്കാനുള്ള അവസരം കൂടെ ഇല്ലാതാക്കി. എന്നാൽ സാക്ഷാൽ ജീവനായ ക്രിസ്തുവിലൂടെ ഇവയെല്ലാം അവന് തിരികെ പ്രാപിക്കാനുള്ള സുവർണ അവസരം ദൈവം ഒരുക്കി. ഈ ഭാഗ്യവർണ്ണനയിൽ കാണുന്നത് പോലെ ജീവവൃക്ഷത്തിൽ ക്രിസ്തു മുഖാന്തരം അവകാശം ലഭിക്കുന്നു. അതിന് വസ്ത്രം അലക്കണമെന്നാണ് ഈ വാക്യം പറയുന്നത്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പുരാതന ഗ്രീക്ക് ഭാഷയിൽ നിന്ന് പകർത്തി എഴുതിയപ്പോൾ ഉണ്ടായ ഒരു ചെറിയ പിശകുണ്ടെന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. അത് കൽപ്പന അനുസരിക്കുന്നവർ എന്നാണ്. എന്നാൽ രണ്ടിലേത് വിധത്തിൽ ചിന്തിച്ചാലും അടിസ്ഥാന ആശയത്തിന് മാറ്റമൊന്നും വരുന്നില്ല. ദൈവകൽപ്പന അനുസരിക്കുന്നവർക്കാണ് ജീവവൃക്ഷഫലം ലഭിക്കുന്നത്. കൽപ്പന ലംഘിച്ചതാണല്ലോ ആദ്യ മനുഷ്യന് അത് നഷ്ടപ്പെടാൻ കാരണം. ഏറ്റവും അടിസ്ഥാന കൽപ്പന ദൈവം അയച്ച അവന്റെ പുത്രനിൽ വിശ്വസിക്കണമെന്നതാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്കാണ് മറ്റെല്ലാ കൽപ്പനകളും ബാധകം. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ ജീവിത വസ്ത്രം കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടും. യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് കൈവരുന്നത്. അത് സകല സ്വർഗീയ അനുഗ്രഹങ്ങൾക്കും നാം അവകാശികളാകുന്നു എന്നതാണ്. നിത്യമരണം നീങ്ങി നിത്യജീവന്റെ അവകാശമാണ് ഏറ്റവും വലിയ ഭാഗ്യം. സർവ്വലോകവും നേടിയാലും ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് ഗുണം? ആകയാൽ ക്രിസ്തുവിനെ കൈക്കൊണ്ട് ദൈവമക്കളാകാൻ ലഭിച്ച അവസരം നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.